യുവാക്കളിൽ ധാർമ്മിക ചിന്ത അങ്കുരിക്കുന്നതിന് ഏത് വിധമാണ് സനാതനധർമ്മം പ്രയോജനകരമാകുന്നത് എന്നുള്ള ചോദ്യം അതിഗംഭീരമാണ്. കഠോപനിഷത്തിൽ നചികേതസിന് ഒരു കഥയിൽ നചികേതസ് ഒരു ബ്രഹ്മചാരിയാണ്. രാജാവിൻ്റെ പുത്രനായിട്ടാണ് ബ്രഹ്മചാരി നചികേതസ് ഇരിക്കുന്നത്. നചികേതസ് നോക്കുമ്പോൾ രാജാവ് ദാനം ചെയ്യണം, വലിയ ദാനമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ദാനം ചെയ്യുന്നത്. നോക്കുമ്പോൾ എല്ലാം ചാവാലി പശുക്കളാണ്. ഈ ചാവാലി പശുക്കളെയാണോ അച്ഛൻ ദാനം ചെയ്യുന്നത് എന്ന് കണ്ടിട്ട് ഈ ബ്രഹ്മചാരിക്ക് വലിയ ദുഃഖവും ദേഷ്യമൊക്കെ ഉണ്ടായി. ഈ ചാവാലി പശുവിനെ കൊന്നിട്ട് ദാനം ചെയ്തിട്ട് എന്തിനാ മഹാദാനം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്? ഇതൊരു വലിയ പ്രതികരണമാണ്. ഇതൊരു വലിയ ധാർമ്മിക ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് അത് മഹത്തരം ആണ് എന്ന് മഹത്തരമാകണമെങ്കിൽ അത് ആ മഹത്തത്വത്തെ പ്രദർശിപ്പിക്കുന്നതിന് ഉപകരിക്കണം. അതിന് പകരം ഒരല്പകാര്യം ചെയ്തിട്ട് അത് മഹത്കാര്യമാണ് എന്ന് പറയുക എന്ന ഒരു കർമ്മമാണ് ഈ നചികേതസിൻ്റെ അച്ഛനായ രാജാവ് ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ ധാർമ്മികമായ ഉണർവ്, ധാർമ്മികമായ പ്രതികരണശേഷി നചികേതസിൻ്റെ മനസ്സിൽ അങ്കുരം ചെയ്തു. നചികേതസ് അപ്പോൾ തന്നെ അച്ഛനോട് പ്രതികരിക്കുകയാണ്, അച്ഛൻ എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത്? നോക്കുക. ഇതാണ് ആ ധാർമ്മിക ബോധം കൊണ്ടുണ്ടായ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായും കഠോപനിഷത്തിൽ നചികേതസിലൂടെ നമ്മുടെ ഋഷിവര്യന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണോ പ്രതികരിക്കേണ്ടത്, അതിന് ധർമ്മത്തിന് കുറേ മൂല്യങ്ങളുണ്ട്. ധർമ്മത്തിൻ്റെ പൊതു നന്മകൾ എന്നൊക്കെ പറയുന്ന കുറേ മൂല്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്മ വരുന്ന പൊതുമൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ എവിടെയൊക്കെയാണോ ധ്വംസിക്കപ്പെടുന്നത്, ആ സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ടത്, ആ പൊതുമൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ നല്ല മനുഷ്യർ തന്നെയാണ് എന്നാണ് ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ് ധാർമ്മിക കാര്യങ്ങളിൽ അതിൻ്റെ ഒരു ഉത്തേജനത്തോട് ധർമ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മത്തിൻ്റെ ഒരു ചോദന കൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക എന്നുള്ള ഗുണം അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.